നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട കെനിയെക്കുറിച്ചുള്ള 8ാമത്തെ എപ്പിസോഡാണിത്. 7ാമത്തെ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്ത് നിന്ന് നമുക്കിത് തുടരാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയോടെടുക്കുന്നു. ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഞങ്ങളെ കൊണ്ടുവന്ന ഗൈഡ് മറ്റു പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഒഴുകിയില്ല. ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിൻ്റെ ചുവൽ താഴെ അത് വിരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ആഹാരങ്ങളെല്ലാം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളിൽ പലരും പ്രായമായവരായതിനാൽ ഇരുന്ന് കഴിക്കത്തക്ക രീതിയിലല്ലായിരുന്നു പലരും. മിക്കവാറും അങ്ങനെയുള്ളവർ അവരവർ വന്ന ആ വാഹനത്തിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചു. ഞങ്ങളിൽ പലരും ആ മരത്തണലിരുന്ന് ആഹാരങ്ങൾ കഴിച്ചു. ഉച്ചഭക്ഷണം ഇതാണ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്ന ഉച്ചഭക്ഷണം. അതിനുശേഷം ഞങ്ങൾ പോയത് മസായി മാര, അതായത് മാരാ നദി കാണാൻ വേണ്ടിയാണ്. അതിപ്രസിദ്ധമായ മാരാ നദി, അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഗൈഡിനെ ലഭിച്ചു. ബ്രിങ്മാൻ എന്നു പേരുള്ള ആ ഗൈഡ് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഞങ്ങളെ ഗൈഡ് ചെയ്യാമെന്നും വേണ്ടുന്ന ഇൻഫർമേഷൻ തരാമെന്നും ഏറ്റു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ മൈക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തേക്ക് നമുക്ക് listen fast, eh? Alright, so welcome to Masai Mara. This is a famous river, we call it Mara River. We have a lot of hippos, crocodiles, and even maybe buffaloes outside there. So please be close to the rangers, don't be far, alright? So we will follow this route. As we going along the river, we go and see the hippos, and then we just come back, alright? Yes, if you have any question from there, you just ask, alright? Feel free, feel at home, eh? Where is the crossing? Where we stand right now. Yes, but on the other 4 days ago they closed on the other side, eh? But that I'll show you the wild beast, the dead one, eh? Right, so just follow me. Where is a crocodile? Because actually last time we see the crocodile in that area. A lot of them, you see. So we can go to that area? We cannot go to the other side because right now we have some buffalo outside there. Oh. A lot of them. Even down there we have another ones. A lot of them along the river. As we going this way, you will see more wild beasts. But actually we're expecting maybe any time from now, we're expecting another crossing. Maybe it will be here or on the other side, because they have already crossed on the other side. There is outy water. Can we see crocodile? Yes, you just see on the river bank. Those are a lot of crocodiles. You see around 5 crocodiles. One I can see. ഇത് തീ കിടക്കണത് crocodile ആ. ഒരു വാലിനെ പക്കത്ത് ചുറ്റിട്ട്. അങ്ങനെ തിന്നിട്ട് കണ്ട, വാല് തിങ്ങനെ കണ്ട. Okay. Where the crocodile is? Yes, there. You see on the bank. Around 5. 2, 3. Yes, so this is one family of the hippos. You see down there? Yes. We have another one on the other side. You see outside of the water, and there is another one inside the water. But we will go closer on the other side, right? We have another one here, very close one. I think you will see. Yes. Crocodile. ഇവിടെ ഈ കല്ലില്. They are crocodile. ഈ കല്ലില്. Don't be close. Don't be too close. You're too close. നിറച്ച് ഹിപ്പോസ് ഉണ്ട്. അവിടെയൊക്കെ നിറച്ച് ഹിപ്പോസ്. അവിടെ നിറച്ച് ഹിപ്പോസ് ഉണ്ട്. Who finish? Yes. Okay, let's go this way. Hello. Solas. Chalo. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നദിക്ക്, അതായത് ഈ മാറാ നദിക്ക് 13,504 കിലോമീറ്റർ വിസ്തൃതിയാണ് ഉള്ളത്. അതിൽ ഏകദേശം 65% കെനിയയിലും 35% ടെൻസാനിയയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കെനിയയിലെ ഉയർന്ന പ്രദേശങ്ങളിലെ ഉറവിടങ്ങളിൽ നിന്ന് നദി ഏകദേശം 395 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. മൗ എക്സാർമെൻറ്റ് എന്ന സ്ഥലത്ത് ഉത്ഭവിച്ച വിക്ടോറിയ തടാകത്തിലേക്കാണ് ഈ നദി ഒഴുകി എത്തിച്ചേരുന്നത്. നമ്മളുടെ ഗൈഡ്
ഈ നദിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് അത്ഭുതകരമായ മറ്റ് കാഴ്ചകൾ പലതും കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തെ പിന്തുടരുകയാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ കയറി വന്നതിൻ്റെ പല സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ചാലോ. Yes, they usually kill, but it doesn't hit. They kill for protection. You know, hippos are vegetarians. Yes. That is Tanzania. No. The other side is Kenya. This side is Mara Triangle. But they have crows. They have already immigrated. So no immigration now. We expect until next year, right? When? Next year we expecting Which month? July. Probably on July. All right. Yes. So you have too late. Just come very early. All right. Kuna yenye iko pale, or maybe we can go on the other side. Maybe we can see. So just continue. ഈ നദിയുടെ ഈ ഭാഗത്തു കൂടിയും ഗ്രേറ്റ് മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഈ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ചീങ്കണ്ണികൾ, അതായത് മുതലകൾ, ഈ മൃഗങ്ങളെ, വരൻ കുതിരയും മറ്റു മൃഗങ്ങളെയും പിടിക്കാറുണ്ട്, പിടിച്ച് കൊല്ലാറുണ്ട്. കൊന്നു കഴിഞ്ഞാൽ അന്ന് ആ ടൈമിന് തന്നെ അത് കഴിക്കുകയില്ല. 2 ദിവസം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞതിന് ശേഷമാണ് ഈ മുതലകൾ വന്ന് വീണ്ടും അത് ആഹാരമായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു പ്രധാന പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. ഈ പോയിന്റിൽ നിന്നാൽ മറുഭാഗത്ത് ഒരു ഭീമാകരനായ മുതല കിടക്കുന്നത് കാണാം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി സൂം ചെയ്ത് നോക്കിയിട്ടും അത് വ്യക്തമായി കാണിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ നിറവും ആ പാറക്കെട്ടിൻ്റെ നിറവും ഏകദേശം ഒരുപോലെയാണ്. ആയതിനാലാണ് ആ ഭീമാകരനായ മുതലയെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റാത്തത്. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ ഭീമാകരനായ മുതല കിടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ മുതലയുടെ കളറും ആ പാറക്കെട്ടിൻ്റെ കളറും ഏകദേശം ഒരേ രീതിയിലാണ്. തുറസായ സമ്പന്ന പുൽമേടുകൾക്കിടയിലൂടെയും ഈ നദി ഒഴുകുന്നുണ്ട്. അത് കൂടുതലും മസായ ഗ്രൂപ്പ് റേഞ്ചുകൾ നിയന്ത്രിക്കുകയും കന്നുകാലികൾക്കും ചെറുതും വലുതുമായ കൃഷി മേച്ചിൽപ്പുറമായും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുമറഞ്ഞ ആ മറായി നദിക്ക് 4 പ്രധാന പോഷക നദികളാണ് ഉള്ളത്. തലേക്ക്, എൻഗാരെ, മണൽ, എൻഡിഗോ. നദീതടങ്ങളിലും ലോയിറ്റ് ഹിൽ പോലുള്ള ചില ഉയർന്ന പ്രദേശങ്ങളും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒടുവിൽ നദി ലോകപ്രസിദ്ധമായ മസായി മാര നാഷണൽ റിസർവിലേക്ക് ഒഴുകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുമറഞ്ഞ സ്ഥലം. നമ്മൾ ആ മസായി മാര നദിയിൽ നിന്നും വെളിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഇത് ബൗണ്ടറി, തൻസാനിയയും കെനിയയും തമ്മിലുള്ള ബൗണ്ടറി പ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കേവലം ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു ശിലകമോ കൊണ്ട് മാത്രം വേർതിരിച്ചാണ് ഈ അതിർത്തി പങ്കിടുന്നത്. വളരെ ശാന്തമായ രീതിയിലാണ് 2 രാജ്യങ്ങളും അതിൻ്റെ അതിർത്തികളെല്ലാം പങ്കിടുന്നത്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെയധികം വിദേശ സഞ്ചാരികളും വിനോദസഞ്ചാരികളും അവിടെ ഉണ്ടായിരുന്നു. ഒരു കാല് കെനിയയിലും മറ്റൊരു കാല് തൻസാനിയയിലും നിന്ന് എടുക്കുന്ന വിചിത്രമായ ഫോട്ടോയും രംഗങ്ങളുമാണ് നമുക്കവിടെ വീക്ഷിക്കാൻ കഴിഞ്ഞത്. ഞങ്ങളിലുണ്ടായിരുന്ന പലരും അത് ആഘോഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ കെനിയയുടെ തനതായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, പ്രദേശവാസികളെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ ശിലകം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. TZ തൻസാനിയയും KE കെനിയയും സൂചിപ്പിക്കുന്നു. ഈ പാറക്കെട്ടിൻ്റെ ഒരു വശം തൻസാനിയാണെന്നും മറുവശം കെനിയാണെന്നും അർത്ഥം. കെനിയയ്ക്കും ടൻസാനിയയ്ക്കും ഇടയിലുള്ള അതിർത്തി 777 കിലോമീറ്റർ നീളവും വിക്ടോറിയ തടാകം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ നീളുന്നു. 1893-ലും 1906-ലും ബ്രിട്ടീഷ് ജർമ്മൻ കോളനിയൻ ഗവൺമെൻറ്റുകൾ അതിർത്തി നിർണയിച്ചു. കെനിയയും ടൻസാനിയയും ഇപ്പോൾ അതിർത്തി പുനർനിർണയിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ അതിർത്തിയുടെ മറ്റൊരു പേരാണ് തെവറ്റ അതിർത്തി. എൻട്രി എക്സിറ്റ് നടപടിക്രമങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് കാര്യക്ഷമമാക്കാം എന്നതിനാൽ കെനിയയ്ക്കും ടൻസാനിയയ്ക്കും ഇടയിലുള്ള ഒരു ഒറ്റയടി അതിർത്തി കടന്നു പോകുന്ന സ്ഥലമായി തെവറ്റ ബോർഡർ പ്രവർത്തിക്കുന്നത്. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചലനം സുഗമമാക്കുന്നു, പ്രത്യേകിച്ച് വ്യാപാര സമയങ്ങളിൽ. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. ഇനി ഈ റിസർവ് വനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്ത് കടക്കുകയും വേണം. ഒപ്പം തന്നെ ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചേരുകയും വേണം. സമയത്തിന് തന്നെ നേരത്തെ മുൻകൂട്ടി ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ റൂമിൽ ചെല്ലുമ്പോൾ വളരെയധികം താമസിക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഞങ്ങളുടെ മടക്ക യാത്ര ആരംഭിച്ചു.
മടക്കയാത്രയിൽ ഞങ്ങൾ കണ്ട ചില കാഴ്ചകളാണ് ഇപ്പോൾ ഈ ചിത്രീകരിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും. ഒരു ഒറ്റയാൻ, അവനെ ഒറ്റയ്ക്ക് കിട്ടിയതാണ് ഞാനത്. മറ്റു കൂട്ടങ്ങൾ തെറ്റി ഒറ്റയ്ക്ക് വന്ന ഒരു ഒറ്റയാനാണിത്. അതും കണ്ട് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങിയപ്പോൾ നമ്മുടെ വാനര രാജാക്കന്മാർ, അവരുടെ ഒരു സംഘം തന്നെയുണ്ട് ഇവിടെ. പല രീതിയിലുള്ളവരുണ്ട്, ഇവർക്കറിയാമല്ലോ. പല രീതിയിലും പല രൂപത്തിലുമുള്ള കുരങ്ങന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഒട്ടകപ്പക്ഷി, അങ്ങനെ പല വന്യമൃഗജീവികളെയും നമുക്ക് ഈ മടക്കയാത്രയിലും കാണാൻ സാധിച്ചു. ജിറാഫ്, അവൻ പിന്നെ വിടത്തില്ലല്ലോ, അവനെവിടെ ചെന്നാലും കാണും. വളരെയധികം വളരെ ഇണങ്ങിയതുപോലെ നിൽക്കുന്നത് കണ്ടോ. ഇതിന് ഭയമില്ല. ഞാൻ ഒട്ടും താമസിച്ചില്ല, ഒരു സെൽഫി അവനോട് കൂടി എടുത്തു. മറ്റുള്ളവൻ്റെ കൂടെ സെൽഫി എല്ലാം എടുത്തു. ഒരു പക്ഷേ ഇതിൻ്റെ കൂടെ സെൽഫി എടുത്തില്ലെങ്കിൽ അതിന് പിണങ്ങിയാലോ. അത് കാരണം ഞാനൊരു സെൽഫി അവൻ്റെ കൂടെ നിന്നെടുത്തു. ഞങ്ങളുടെ മടക്കയാത്രയിൽ കണ്ട ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർക്കിൽ കൂടുതലായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് വരയൻ കുതിരയാണ്. അതായത് കൂടുതൽ മൈഗ്രേഷന് വേണ്ടി പങ്കുകൊള്ളുന്ന, അതായത് തൻസാനിയയിൽ നിന്നും കെനിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഇനത്തിൽപ്പെട്ട കൂടുതൽ മൃഗങ്ങളാണ് വരയൻ കുതിര. അത് ധാരാളമായി എനിക്ക് വീക്ഷിക്കാൻ സാധിച്ചു. മനോഹരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.